ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മീൻ എന്നൊരു പടത്തിലെ പാട്ടാണ്. അതിൽ ജോസ് ആ പാട്ടും പാടി കൊണ്ട് നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സ്ത്രീകളുടെയും ഒരു ഹരമായിരുന്നു ജോസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാണാത്തൊരു സൗന്ദര്യം ജോസിനുണ്ടായിരുന്നു. 6 അടിയിലും മേലെ ഹൈറ്റ്, അതിനനുസരിച്ചുള്ള മുഖഭാവം, നല്ല ഗ്ലാമർ എന്ന് പറഞ്ഞാൽ അതാണ് ഗ്ലാമർ. അങ്ങനത്തെ ഗ്ലാമറുള്ളവരൊന്നും ഇപ്പോൾ മലയാളത്തിലില്ല. മലയാളത്തിൽ തന്നെയല്ല, ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ അങ്ങനെയുള്ള അത്രയും സൗന്ദര്യമുള്ള ഒരു പുരുഷനൊന്നും ഇല്ല എന്ന് പറയാം. അന്നത്തെ വിൽസെൻ്റ്, അതുപോലെ തന്നെ ഈ ജോസ്, ഇങ്ങനെ കുറേ നടന്മാരുണ്ട്. അപ്പോൾ ജോസ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജോസ് ഫീൽഡ് ഔട്ടായി. ഫീൽഡ് ഔട്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നടന്മാരെ കുത്തിക്കയറ്റാണ് അന്നത്തെ കാലത്ത് ഉണ്ടായത്. ഈ വിൽസെൻ്റ്, അതുപോലെ തന്നെ രാജ്കുമാർ, ശങ്കർ, ഇവരൊക്കെ വന്നോട് കൂടിയിട്ട് ജോസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒതുങ്ങി കഴിയുന്ന ഒരു ജീവിതമുള്ള ഒരു നോക്കി നടക്കുന്ന ഒരാളാണ്. ഒരാളോട് പോയി ചാൻസ് ചോദിക്കുക, ഇടിച്ച് കയറി ചെല്ലുക, അങ്ങനെ യാതൊരു വക ഇതുകൊണ്ട് ചെയ്യാത്തൊരുമല്ല. ആളെ വിളിക്കുന്ന ആൾക്കാരെ അടുത്ത് മാത്രം മുമ്പ് പോയി അഭിനയിക്കും. അങ്ങനെയുള്ളവർക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. ഈ അമ്പറ്റരെ പോലെയാണ്. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും എന്നാൽ വലിയൊരു നടനൊന്നുമല്ല കേട്ടോ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു നടനായിട്ടൊന്നും നമ്മൾ ഇന്നവരെ ജോസിനെ കണ്ടിട്ടില്ല. പക്ഷേ ജോസിൻ്റെ മകൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ മകളെ പോലെ തന്നെ ജോസിൻ്റെ മകൾ ജോസ് ഇങ്ങനെ അഭിനയിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ജോസിൻ്റെ മകൾ മോഡലിംഗ് നടന്നത്. മോഡലിംഗിൽ നല്ല പേരെടുത്ത് നിൽക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് വന്നത്. സിനിമയിലേക്ക് വന്ന ആദ്യത്തെ സിനിമയാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ പടം. അത് ഗോപികയുടെ കൂടെയാണ്. പക്ഷെ എന്തുണ്ടാവും, ആ ഫോർ ദ പീപ്പിൾ റിലീസ് ചെയ്തപ്പോൾ പേര് കിട്ടിയത് മുഴുവൻ ഗോപികയ്ക്കാണ്. ഗോപിക അതോട് കൂടിയിട്ട് മലയാളത്തിലെ നമ്പർ 1 ആർട്ടിസ്റ്റായിട്ട് മാറി. അതിൻ്റെ കൂടെ അഭിനയിച്ച ഈ ജോസിൻ്റെ മകൾ ആരും തിരിഞ്ഞു വയ്ക്കില്ല. പ്രണവി എന്നാണ് പേര്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മലയാളത്തിൽ വലിയ മെച്ചമില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫോർ ദ പീപ്പിൾ തമിഴിൽ റിലീസ് ചെയ്തു. അവിടെ ഈ നമ്മുടെ പ്രണവിക്ക് ജോസിൻ്റെ മകൾക്ക് നല്ലൊരു പേര് കിട്ടി. അപ്പോൾ അതോടുകൂടിയിട്ട് ശരത് കുമാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചു. പിന്നെ അതുപോലെ തന്നെ ശരത് കുമാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചു 100 ദിവസം ആ പടം തമിഴ്നാട്ടിൽ കളിച്ചു. അത് ഗംഭീരമായിട്ട് ഹിറ്റടിച്ചു ആ പടം. പിന്നെ ഈ ജോസിൻ്റെ മകൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം ഹിറ്റായതോടുകൂടി 2-3 പടങ്ങൾ വേറെ വന്നു. അതുകൊണ്ട് ഒരു 10-15 പടങ്ങൾ വേറെയും വന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാമർ കാണിക്കുന്നതാണ്. ഗ്ലാമർ കാണിക്കാൻ തയ്യാറല്ല. ഗ്ലാമർ കാണിക്കാൻ തയ്യാറല്ലാത്തതോടുകൂടി തമിഴിൽ നിന്ന് പിന്നെ ഔട്ടായി. തമിഴിൽ ഗ്ലാമർ കാണിച്ചാൽ മാത്രം അന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ. ഇന്ന് പിന്നെയും പിടിച്ച് നിൽക്കാം. അതോട് കൂടിയിട്ട് അവിടെ ഔട്ടായി. അത് കഴിഞ്ഞ് തെലുങ്കിൽ പോയി. തെലുങ്കിൽ ഇതേ സ്ഥിതി തന്നെ. ഗ്ലാമർ കാണിക്കണം. ഗ്ലാമർ കാണിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എന്നിട്ട് തന്നെ ഭാഷകൾ പലതും മാറി മാറി അഭിനയിച്ച് നോക്കി. ഒന്നിനും ഒരു രക്ഷ കിട്ടിയില്ല. ഇനി അധികം പരീക്ഷണത്തിന് നിൽക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് സ്ഥലം വിട്ടു. അതാണ് നമ്മുടെ ജോസിൻ്റെ മകളുടെ ഒരു സിനിമ ആയിട്ടുള്ളൊരു ബന്ധം. അതോടുകൂടിയിട്ട് ഈ മോഡലിങ്ങും പോയി, എല്ലാം കഴിഞ്ഞു. അപ്പോൾ യുവതികൾ, നമ്മുടെ നടികൾക്കൊക്കെ ഒരു കാലഘട്ടമുണ്ട്. ഒന്നുമില്ലെങ്കിൽ 1-2 പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു രാശിയില്ലാത്ത നടിയാന്ന് പറഞ്ഞ് പിന്നെ ആരും വിളിക്കില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞോട് കൂടിയിട്ട് ജോസിൻ്റെ മകളും പോയി. ജോസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യമായിട്ട് ജോസ് അഭിനയിക്കുന്ന പടം ദ്വീപ് എന്ന് പറഞ്ഞൊരു മലയാള പടമാണ്. അതിൽ ഒരു നല്ലൊരു കഥാപാത്രത്തിനെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് മീൻ വന്നത്. മീൻ വന്നതോടുകൂടി പിന്നെ ഒരു രക്ഷയില്ല. ജോസിൻ്റെ ഒരു കാലം അടന്നു. എത്ര പടങ്ങളാണെന്നറിയാം. സീമയുടെ കൂടെ, തുഷാരം, അതുപോലെ തന്നെ അങ്ങാടി, ഇങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. തുഷാരത്തിലൊക്കെ രവീന്ദ്രനും അതുപോലെ തന്നെ ജോസും ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ച IV ജയശ്ശേരി ഒരുപാട് പടങ്ങളിലെ ജോസ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ജോസിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അതാണ് ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അധികകാലം ഈ നടന്മാർക്കായാലും നടികൾക്കായാലും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് എന്തായാലും വഴിമാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടാക്കണോടത്തോളൊക്കെ ഉണ്ടാക്കിയ ഭാഗ്യം. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും പിടിച്ചു നിൽക്കുന്ന പോലെ വേറൊരു നടനോ നടിയോ ഒന്നും ഈ ഫീൽഡിൽ ഇത്രയും പിടിച്ചതൊന്നായിട്ട് എനിക്ക് അറിവില്ല. തമിഴിലും ഉണ്ടായിട്ടില്ല, മലയാളത്തിലും ഉണ്ടായിട്ടില്ല. മലയാളത്തിലുണ്ടായത് ഇവർ 2 പേരും മാത്രമല്ല. മറ്റൊരു ഭാഷയിലും ഇവരെ പോലെ അത്ഭുതം പിടിച്ചു നിന്ന് ഇത്രയും കാലഘട്ടങ്ങൾ പിടിച്ചു നിന്നിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാവാണ്ട് ഇപ്പോഴും മലയാള സിനിമേനെ അതിൻ്റേതായ ഉള്ളം കയ്യിലിട്ട് തിരിക്കുന്ന, കളക്ഷൻ പോയിന്റിൽ വരുത്തുന്ന ഒരു നടന്മാർ വേറെ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ഭാഗ്യം തന്നെയാണ്.